നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന, നെഞ്ചത്ത് കയറാൻ കഴിയുന്ന, എന്തെങ്കിലും പ്രതികരിച്ചാൽ അപ്പോൾ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് താറടിക്കാൻ കഴിയും എന്ന് ചിലരൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. 10 രൂപ കൂടുതലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ബഹളമായി, വീറായി, വാശിയായി, അടിയായി, പിടിയായി, വീഡിയോ എടുക്കലായി, അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കലായി. കൊടുക്കാൻ താല്പര്യമെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞു പോകാം. പക്ഷെ അവിടെ ഒരു അടി ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി പോകുന്നവരാണ് നിരവധി ആളുകൾ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. ഒരു വീഡിയോ ആണ് അതിന്റെ ആധാരം. ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന ആക്ഷേപം അല്ലെ ആരോപണമാണ് ഒരു യുവതി ഉന്നയിക്കുന്നത്. എന്നാൽ താൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ തരാം എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷക്കാരൻ. സവാരി വിളിച്ച ഓട്ടോക്കാരൻ മദ്യപിച്ചിരുന്നു എന്ന ആരോപണത്തിൽ സോഷ്യൽ മീഡിയ താരമായ ഫസ്മിന സക്കീറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വിമർശനം. വീഡിയോ വൈറലായതോടുകൂടി ഫസ്മിന സക്കീറിൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയുമാണ്. ഫസ്മിന പങ്കുവച്ച വീഡിയോയിൽ ഓട്ടോക്കാരനോട് തന്നെ എവിടെയോ ഒരു സ്ഥലത്താക്കാൻ പറയുന്നതാണ് കാണാവുന്നത്. ആ സ്ഥലം അറിയില്ലെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞതോടുകൂടി സുഡിയോയുടെ അടുത്ത് ആക്കാൻ ഫസ്മിന പറയുന്നു. എന്നാൽ ഓട്ടോ ഡ്രൈവർ സുഡിയോ എന്നത് സ്റ്റുഡിയോ എന്നാണ് കേട്ടത്. സ്റ്റുഡിയോ എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാത്തതിനാൽ ഒരുപാടുണ്ടല്ലോ മോളെ എന്ന് മറുപടിയും നൽകി. അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നും മദ്യപിച്ചാൽ വീട്ടിൽ പോയി ഇരുന്നൂടെ എന്നും പറഞ്ഞാണ് ഫസ്മിന വീഡിയോ ചിത്രീകരിക്കുന്നത്. തന്നോട് മദ്യപിച്ച് അപമര്യാദയായി പെരുമാറി എന്ന ആരോപണത്തോടു കൂടിയാണ് യുവതി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സംഭവം വൈറലായതോടുകൂടി ഒരു യൂട്യൂബർ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ചർച്ചയായതോടുകൂടിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ബ്ലോഗർമാരും ഈ ഫസ്മിന സക്കീറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വരുന്നത്. താൻ മദ്യപിക്കാറില്ലെന്നും മദ്യപിക്കുന്ന ആളാണെന്ന് തെളിയിച്ചാൽ ആ ഓട്ടോയും 1 ലക്ഷം രൂപയും തരാമെന്നും ഓട്ടോ ഡ്രൈവർ ഫസ്മിനയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടി വീഡിയോ ഇട്ടതിൽ പിന്നെ ആരും ഓട്ടോ വിളിക്കുന്നില്ലെന്നും അദ്ദേഹം സങ്കടം പറയുന്നുണ്ട്. ഞാൻ ഓട്ടോറിക്ഷ വരുമാനം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ഞാനിത് കടമെടുത്ത വണ്ടിയാ. നാട്ടിലെ എല്ലാ പിള്ളേരും ഇതറിഞ്ഞു. ഞാൻ വലിയ മാനസിക വിഷമത്തിലാണ്. മദ്യപാനിയാണ് എന്ന് പറഞ്ഞ് ആരും ഇപ്പോൾ ഓട്ടോയിൽ കയറാറ് പോലുമില്ല. സ്റ്റുഡിയോ എന്താണെന്ന് എനിക്കറിയില്ല. അതാണ് പറ്റിയത്. ഞാൻ കരുതിയത് സ്റ്റുഡിയോ ആണ് എന്നാണ്. അതാണ് കുറേ സ്റ്റുഡിയോ ഉണ്ട്, അതിലേതാ മോളെ എന്ന് തിരികെ ചോദിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കളി കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഫസ്മിന സക്കീർ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയും പോയത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കൂടുതൽ വണ്ടി പോയില്ല, അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇത്തരത്തിൽ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുത്ത് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ആരും ഇത് പഠിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇനി ജെന്യുവനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായാൽ പോലും വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികൾക്കെതിരെ കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ നേരിടുന്നതും വമ്പൻ ഭീഷണി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.